So hey, hello guys. Wait. So hey, what's up guys? Welcome to Action Dude guys. എന്താണ് ഇത്ര എനർജി കാണിക്കുന്നത് വെച്ചാൽ കഴിഞ്ഞ നമ്മുടെ മാർക്കോന്റെ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു. അതായത് GTA 5 ഞങ്ങളുടെ ഓൺലൈൻ ക്യാരക്ടറായ ആശാൻ എന്ന് പറയുന്ന ആള് മാർക്കോ ആയിരുന്നു. ആ മാർക്കോ പെട്ടെന്ന് മാക്രി ആയിരുന്നു. അതായത് നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ആ വീഡിയോ. ഇനിയിപ്പോ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഫുള്ളും കണ്ടിട്ട് പോയി അത് കാണണം. ഓക്കെ, അപ്പൊ ഗൈസ് കുറെ നാൾക്ക് ശേഷം ഞാൻ GTA 5 ഒരു വീഡിയോ ഇട്ടപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഇന്നും ഒരു GTA 5 വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് പഴയ ആൾക്കാരെ മൈക്കിളും ഫ്രാങ്ക്ലിനുമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതായത് ഞാൻ മൈക്കിളിനെ വിളിക്കുന്നത് 1 എന്നാണ്, ഞാൻ ഫ്രാങ്ക്ലിനെ വിളിക്കുന്നത് കിളവെന്നാണ്. അപ്പൊ എന്റെ ചാനൽ എല്ലാവരും ടെക് പരമായി കാണുന്ന ആൾക്കാരുണ്ട്, അവരും വേണമെങ്കിൽ ഗെയിം പ്ലേ കണ്ടോളൂ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടൈം പോകാൻ കാണാം. അപ്പൊ ഗൈസ് ഈ വീഡിയോയിൽ കുറച്ച് തമാശ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഞാൻ ഒരു ടാർഗറ്റ് ലൈക്ക് പറയുകയാണ്, കാരണം ഇപ്പൊ ലൈക്ക് നല്ല കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒരു 300 ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. വെറും 300 അല്ലെ 1K ലൈക്ക് ഒന്നുമല്ല, വെറും 300 ലൈക്കെങ്കിലും നിങ്ങളൊന്ന് അടിച്ചൊന്ന് കാണിച്ചു തരിക നിങ്ങളുടെ സ്നേഹം. 200 തന്നെ കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇനി കൂടുതൽ ഇങ്ങോട്ട് പറഞ്ഞു പോകുന്നില്ല. ഈ വീഡിയോ മുഴുവനെ കാണുക, ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം. ഞാനിപ്പോ ഈ ടെക്കിന് ചുവന്ന കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അല്ലേ, ഇപ്പൊ ഈ വെള്ള കളറാണ്. അപ്പൊ ഈ താഴെ കാണുന്ന വെള്ള കളർ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ചാനലിൽ മെമ്പർ ആയിക്കൊള്ളണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓ ഗൈസ്, GTA 5 മൈക്കിളാണ് ഇരിക്കുന്നത്. അതായത് ഞാൻ വിളിക്കുന്ന the one and only one എന്നാണ് ഇവന്റെ പേര്. അപ്പൊ എന്നത്തെ പോലെ ഞാൻ ഇനി എന്റെ സൗണ്ടിലല്ല സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ സുഹൃത്തുക്കളെ, എന്നത്തെ പോലെ ഞാൻ ഇനി ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നില്ല. ഞാൻ സംസാരിക്കും, പക്ഷെ സംസാരിക്കുന്നത് ഈ ഒരു ക്യാരക്ടർ ആയിട്ടായിരിക്കും. 1 ക്യാരക്ടർ ആയിട്ട് ഞാൻ സംസാരിക്കാൻ പോവാണ്. റെഡി, 1 2 3 ഹലോ, ഞാനാണ് 1. ഓക്കെ 1. അപ്പൊ ഞാൻ ഇപ്പൊ രാവിലെ എണീറ്റിരിക്കുകയാണ്. കാരണം രാവിലെ തന്നെ പ്രകാശമൊക്കെ വരുന്നത് മോന്തയ്ക്കകത്തോട്ട് അടിക്കുന്നത്. അല്ല, വിറ്റാമിൻ സി അല്ലേ, കൊണ്ടേക്കാം. മതി. നീ എന്റെ ഭാര്യയുടെ ഫോട്ടോ നോക്കട്ടെ. അവര് മരിച്ചൊന്നും പോയിട്ടില്ല. അവളോട് സ്നേഹം കൂടുതലുണ്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കണം. ഉമ്മ ഐ ലവ് യു മൈ ഭാര്യ. ബുക്ക് വായിക്കാം. ഇതെന്തൊരു ബുക്കാ, മാഗസീൻ ഇവിടെ വെച്ചേക്കാൻ ഞാൻ പലവട്ടം പറയുന്ന. ഈ വൃത്തിയായിട്ട് റൂമിൽ നിന്ന് ഞാനങ്ങ് പോട്ടെ. ഞാൻ ഇവിടെ ഫുള്ള് വളവിട്ട് വെച്ചിരിക്കുക. രാത്രി ഫുള്ള് ഗ്യാസിന്റെ പ്രോബ്ലം ആയിരുന്നു. എന്റെ പിള്ളേരെ ഞാൻ നോക്കട്ടെ. ആദ്യം ആരെ നോക്കണം? 2 കുട്ടികളുണ്ട് എനിക്ക്. ഒന്ന് എന്റെ മണങ്ങുണാച്ച മോൻ ജിമ്മി, 2 എന്റെ ജിക്കി മോള്. ജിക്കിയെ പോയി നോക്കിട്ട് വരാം. ഇതാണ് അവളുടെ റൂം. മോളെ എന്തൊരു സൗണ്ട്, ഒരു സംസാരം നോക്കട്ടെ. പപ്പ വന്ന് നിൽക്കുന്നുണ്ടല്ലേ, പപ്പ വന്ന് നിൽക്കുന്നുണ്ടല്ലേ. എനിക്കൊന്നുകൂടി മൈൻഡ് ഇല്ലാത്ത കൂട്ടുകാരി എടുത്താ. സംസാരം. റൂമൊക്കെ ക്ലീൻ ആക്കി ഇട്ടോടി. ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എങ്ങനെയാന്ന് ഇടുന്നേ. അവള് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല എന്നെ. നീ സംസാരിച്ച അവിടെ രീതി. ഞാൻ എന്റെ കുട്ടനെ പോയി നോക്കട്ടെ. മോണേ, എന്തോടാ നീ കുനിഞ്ഞു നിക്കുന്നേ? അച്ഛാ, കുനിഞ്ഞിരിക്കാൻ വന്നോണ്ട് കുനിഞ്ഞു നിന്നേ അച്ഛാ. തർക്കുത്തരം പറയുന്നോളാ. തർക്കുത്തരം പറയാൻ തോന്നിയാണ് തർക്കുത്തരം പറഞ്ഞു. ഒന്ന് പോയ അച്ഛ അങ്ങോട്ട്. നീ ഇങ്ങനെ പോയോണ്ടല്ലോ നിന്റെ ഗെയിമിംഗ് സിസ്റ്റം ഒക്കെ ഞാനെങ്കിൽ മറിച്ച് വെക്കും കേട്ടാ. അവിടെ ഞാൻ പോയിട്ട് വരാം. ഇനി എന്റെ അവളെ പോയി നോക്കട്ടെ. A few moments later. സ്വർഗം. ഇപ്പൊ ഫ്രഷായി. ഇനി താഴോട്ട് പോവാം. നീ എന്റെ കെട്ടിയോളം എന്തി നോക്കട്ടെ. റെഡിയേ? ഇവിടെ ആരും ഇല്ലല്ലോ. ഹലോ, അല്ല അവളെ മാത്രമല്ലേ, അവിടെ ജോലി ചെയ്യുന്ന ആന്റി എന്ത് ചെയ്യും? പാത്രമൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുന്നു. ഹലോ ഹലോ, എന്താണ് മനുഷ്യ ഇയാളങ്ങ് പോയ? എടിയെ, ഒരു ചായ. ഞാൻ വന്നിരുന്നപ്പോളേ പോയല്ലേ. നീന്തോടെ എന്റെ കൂടെ TV കാണാൻ ഇറങ്ങി പോയ. എന്തിനു പറയാൻ തീരും. ഇങ്ങനെ പോയ എങ്ങനെ നടന്ന് പോയാ? നീ എവിടെ പോന്നെ? ടെന്നീസ് കളിക്കാൻ പോന്നോ? ഞാനിവിടെ കൂടട്ടെ, ചേട്ടനും വരാം. ഹലോ, ഒന്നിനും മിണ്ട്. ഞാൻ പോകുന്നു. ഇതാ എനിക്ക് ഇവിടെ ഇഷ്ടമല്ല. ഞാൻ എന്തായാലും എന്റെ TV അല്ലേ, ഞാൻ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് കണ്ടോളാം. പിന്നെ അല്ല. 3 days later. TV ഉണ്ടായി. ന്യൂസ് ഒന്നും ഒരു കോണമില്ല. രാവിലെ ഒരു മതിൽ പന്ന വാർത്ത. എന്തായാലും ഒരെണ്ണം അടിക്കാം. ഇതെങ്കിലും ഉണ്ടല്ലോ ഇവിടെ എനിക്ക് വേണ്ടി. ഇന്നലെ അടിച്ചുള്ള ഇന്ന് അടിക്കണം. ഒരെണ്ണം മതി, അല്ലെങ്കിൽ ശരിയാവില്ല. നീ എവിടെ പോയി വന്നേ? മക്കള് വാ, TV കാണാം. TV എന്തെങ്കിലും ഓർക്ക്, എന്തെങ്കിലും ചെയ്യാം. ഇന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ ഡേ വേസ്റ്റ് ആയി പോകും. എടി ഞാൻ വരുന്നു വിളി. എടി മാറടി. ഞാൻ കാണുമ്പോൾ എനിക്ക് ഒരു മതി വരുന്നത്. അതോ അടി കിട്ടി. പ്ലെയിൻ പോകുന്നു. ഹലോ, കേക്കാവോ? ഞാൻ ഇവിടെ ഒറ്റയ്ക്കാ, ആരുമില്ല, ചുമ്മാ ഇരിക്കുക. എവിടുന്ന് ആര് കേക്ക്? സന്ധ്യയാവുന്നു. നടന്ന് ഉറങ്ങിയാലേ നാളെ പോവാം. കിടക്കാം. 3 weeks later. ഞാൻ എപ്പോഴും എഡിറ്റ് വിറ്റാമിൻ സി കാണുന്നില്ലല്ലോ. ഒന്നുകൂടെ കിടന്നുറങ്ങാം. 2000 years later. വിറ്റാമിൻ സി കണ്ടേ, മുഖത്ത് കൊണ്ടേ. ഇനി എന്തുവാ ചെയ്യണ്ടേ? എന്റെ ഫോണുണ്ടല്ലോ. ഈ ഫോണിനകത്ത് ആരെങ്കിലും വിളിക്കാം. ലവനെ വിളിക്കട്ടെ, ചാത്തനെ വിളിക്കട്ടെ. ഹലോ ചാത്ത, നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ? പോടാ, എനിക്ക് വേറെ പണിയുണ്ട്. നീ നിന്റെ കൂടെ കറങ്ങാനാണ് എനിക്ക് നേരം. വെച്ചിട്ട് പോടാൻ കൊണ്ട്. ഇവരിങ്ങനെ
എത്ര നാളൊക്കെ ശേഷം ഞാൻ അവനെ വിളിച്ച് പെട്ടെന്ന് ഇവങ്ങനെ ലവനുണ്ടല്ലോ നമ്മളെ കൊച്ചു പയ്യൻ എടുക്കട്ടെ എന്തി ഇവൻ കളവൻ മോനെ എവിടെടാ നീ? ഹലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അണ്ണ എന്താ വിളിച്ചേ? എടാ നമുക്ക് കുഴിമന്തി കഴിക്കാൻ പോയാലോ? നമ്മുടെ നാട്ടിൽ കുഴിമന്തിയൊക്കെ ഉണ്ടോ? ആടാ പുതിയൊരു ഷോപ്പിൽ കുഴിമന്തി പുതിയൊരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട്, അവിടെ തന്നെ നമുക്ക് പോവാം. എത്തി ഞാൻ അവിടെ നിക്കാം. ശരി, ഞാൻ അങ്ങോട്ട് വരാം. പെട്ടെന്ന് ഡ്രസ് മാറട്ടെ, നല്ല ലുക്കായിട്ട് പോവാം. നാട്ടിൽ കുറെ പെണ്ണുങ്ങളൊക്കെ ഉള്ള കാണട്ടെ. റെഡിയായി തുറക്കോട്ട്. എനിക്ക് വേണ്ടി എന്റെ കളവനുണ്ട്, എന്തായാലും പറഞ്ഞിട്ട് വരാം. എനിക്കും ആൾക്കാരെ കൊണ്ടുവന്ന് അറിയട്ടെ. അത് കുഴപ്പമില്ല. എന്തേ ആയിരിക്കുന്നു? അതെ, ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് പോവാ. എന്റെ കൂട്ടുകാരെ വിളിച്ചു കേട്ടാ. എനിക്കിവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, നീ ഇവിടെ ഇരുന്ന വെളി പോ. കാർ എടുക്കട്ടെ. ഇന്ന് കാറൊക്കെ പൊളഞ്ഞിരിക്കുന്നത്. ഈ വണ്ടി കൊണ്ട് പോയാൽ ശരിയാവത്തില്ല, നാണക്കേടാവും. പേടിക്കണ്ട, നമ്മുടെ വേറെ സാധനങ്ങളൊക്കെ തോറാങ്ങോട്ടെ. ഇതാണ് എന്റെ വണ്ടി, എന്റെ ബാക്കപ്പ് കാർ. മറ്റേത് എന്റെ മെയിൻ കാർ ആണ്, അത് ഞാൻ ശരിയാക്കും. ജിമ്മിക്കുട്ടൻ എല്ലാം വണ്ണ. നീ എവിടെ നോക്കിയടാ വണ്ടി ഓടിക്കുന്നത്? ഇനി സൂക്ഷിച്ച് വണ്ടി ഓടിച്ചോണം. ഒരു മരണക്കേസും ആയാലും എന്റെ ദൈവമേ. അവനെ അടുത്ത് പോട്ടെ. അവനോട്ട് അവൻ എവിടെ നിൽക്കുന്നത്? ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ട് കാണുമല്ലോ. ഇനി അവന്റെ വീട്ടിൽ പോയി അവനെ പിക്ക് ചെയ്യണം. ചറക്കന്റെ അടുത്ത് ഇവിടെ ബസ് കയറി വരാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോ അവന് വയ്യ. ചെല്ലട്ടെ, ഈ വഴി പോയി. ഈ വഴിയായിരിക്കും കറക്റ്റ് നേരെ ചെല്ലുന്നത്. പാട്ടൊക്കെ നിർത്ത്. എത്തും. എന്തുവാടാ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞല്ലടാ അവിടെ ജംഗ്ഷനിൽ വന്നിരിക്കാൻ. അണ്ണാ എന്റെ പൈസ ഇല്ല അണ്ണാ, അതാണ ഞാനിങ്ങനെ എച്ചിയായിട്ട് ജീവിക്കണ. എടാ കളവാ, ഞാനീ പറയുന്ന പോലെ എന്നെ പോലെ എച്ചിയൊക്കെ തന്നെയാടാ. നീ ഇന്നലെ കാറെ കയറി, നമുക്ക് കറങ്ങാം. എണ്ണടിക്കാൻ പൈസ ഒന്നും എന്റെ അടുത്ത് ചോദിക്കില്ലേട്ടാ. ഈ കാറെ കയറി പോലെ ഫുൾ ടാങ്ക് ആണ് വണ്ടി. എന്നാ സീനില്ല, വിട്. നിന്റെ തൊണ്ടയ്ക്ക് ഒരു മാറ്റമില്ലല്ലോ. ഇയാളെ വണ്ടി ഓടി. എന്തുവാ സംസാരത്തിന്റെ ഒരു മാറ്റം? ഒന്നുമില്ല അണ്ണ. എന്താ മറിയാതെ ഇരിക്കണം, അല്ലെങ്കിൽ നിന്നെ വണ്ടിന്ന് ഇപ്പൊ തട്ടും. AC ഓണാക്കണ. എടാ മോനെ, AC ഓണാക്കാൻ പറ്റത്തില്ല, എനിക്ക് പനിയാ. കണ്ടിട്ടൊന്നും തോന്നില്ലല്ലേ പനിയാന്ന്. എന്നിട്ട് ഇങ്ങളിങ്ങ് വന്നേ? നിന്നൊന്ന് കാണാൻ വിചാരിച്ച് നീ ആ ക്ലാസ് ഓർത്തിട്. അതിന് എങ്ങനെയാ ക്ലാസ് തുറക്കുന്നേ? മോനെ, അത് പവർ വിൻഡോ ആണ്, ആ സ്വിച്ച് നിൽക്കാൻ എന്റെ അവിടുത്തെ. അയ്യോ അണ്ണ, രാവിലെ എന്നെ കൊലക്കേസില് പ്രതിയാക്കോ? എന്നെ നോക്കി വണ്ടി പിടിച്ച എന്നെ വേണം പറയാൻ. നീ എന്റെ അടുത്ത് കുറ്റം ചോർത്ത്. അണ്ണൻ എന്റെ അടുത്ത് വരണ്ടായിരുന്നല്ലേ? അയ്യോ, എന്തുകൊണ്ട് എന്നെ കൊല്ലോ നിങ്ങള്? എടാ മോനെ, ഒരു പവർ വിൻഡോയിൽ തുടങ്ങി ഇവിടം വരെ എത്തി. നീ ആ പവർ വിൻഡോ തുറക്കണ്ടി, നീ അടച്ചു വെച്ചോ. നമുക്ക് തുണിക്കടയിൽ പോയി തുണി എടുത്താലേ. എന്താ നിങ്ങള് പറയുന്നേ? എന്തെങ്കിലും ഒന്ന് തെളിച്ചു പറ. നമുക്ക് പോയി ഉടുപ്പെടുക്കാന്ന് എനിക്ക് പറയാൻ മനസ്സിലാവത്തുള്ള. അയ്യേ, നീ എന്തു കരയുന്നേ? അടങ്ങി ഒതുങ്ങി എന്റെ കാർ ചെയ്യുന്നോണം. കരയില് പിടിയില് കടല. നിന്റെ ഈ ചൂടെടുത്ത് പവർ വിൻഡോയിൽ തുടങ്ങിയ പ്രശ്നം ഇത്. എന്റെ വണ്ടിയുടെ കോലം കണ്ട ഞാൻ ഇത് എങ്ങനെ ശരിയാക്കും? അണ്ണാ കട കൊടുത്താൽ മതി, വർക്ക്ഷോപ്പില് ശരിയാക്കി തരാൻ മതി. ചൂര. ശരി, എല്ലാം വീട്. നമുക്ക് എന്തായാലും തുണി എടുക്കാൻ പോവാ. ഓക്കെ, കാറി കയറി. ശരി അണ്ണ. അണ്ണാ ഡോറൊക്കെ പോയാട്ടാ. എന്റെ കാറ് ഡോറ് പൊളിച്ചോടാ. ഈ പവർ വിൻഡോ നോക്കി നീ എന്റെ കാറ് ഡോറ് പൊളിച്ചോടാ. എനിക്ക് ഇയാളുടെ അടുത്ത് വയ്യ, ഞാൻ പോവാ എന്റെ ജീവനം കൊണ്ട്. ചേട്ടാ അവനെ പിടിക്കാൻ വരുന്നത്. എനിക്ക് ബൈക്ക് കിട്ടി. അയ്യോ ഓടിക്കോ. ഇപ്പഴാ സമാധാനം. ഞാനേ നമ്പർ 1 ഒറ്റ മൈൻഡിൽ ചിന്തിക്കുന്നവനാ. ഇപ്പൊ കണ്ട എന്റെ അവസ്ഥ. പോലീസ്. അയ്യോ, നീ അടുത്ത് അത് ആയല്ലേ. ഹെൽമെറ്റ് ഇടാതെ പോവാ, എന്തായാലും ഈ വണ്ടിയുടെ ഓണറിനെ പെറ്റടിക്കത്തുള്ളു. അയ്യോ വയ്യേ, എന്തായാലും ഈ കാർ എടുത്തിട്ട് പോവാ. ഇറങ്ങ്. ചേട്ടാ എവിടെ കൊണ്ടുപോയെന്നാ? ഞാനേ അവളെ കാപ്പുകല. വണ്ടി നിർത്തണം. ഞാനേ വണ്ടി എടുത്താ പിന്നെ നിർത്തത്തില്ല. ഇനി എന്താ എന്റെ വണ്ടിയാ? ഞാനിത് എവിടെ വന്നേ? ഹൈ ലേഡീസ്, ഹലോ, മൈ നെയിം ഈസ് നമ്പർ 1. എന്നെ കാണാൻ എങ്ങനെ ഉണ്ട്? എന്നെ കാണാൻ പൊളിയല്ലേ? ഹലോ, ഒന്ന് മൈൻഡ് ചെയ്യ്. എന്ത് ഇട്ടോണ്ട് പോകുന്നേ? ചന്ദ്രനിൽ ചോദി. അയ്യോ പേടിച്ചോളൂ, എനിക്ക് അമ്മണ്ട ഇല്ല. നീയെങ്കിലും വേണം എന്റെ കൂടെ. ഇവളുടെ മുഖം നോക്കട്ടെ ആദ്യമേ. ഞാൻ ഇനി ഇവിടെ വിടുന്നില്ല. എന്നോട് ഇങ്ങനെ വെടിവെച്ചില്ല. ഓക്കെ, വെടിയുണ്ട്. അയ്യോ കാറോ നമ്പർ 1. കളവനെ വിളിക്കട്ടെ. അല്ല, ഞാൻ എങ്ങനെ ഇവിടെ വന്നേ? അതുപോട്ടെ, അവനെ വിളിക്കാം. എടാ മോനെ, ഒന്നും മനസ്സിലാച്ചില്ല. നീ വീണ്ടും ഒരു സ്ഥലം പറ, ഞാൻ അവിടെ വരാം. പെട്ടെന്ന് കേട്ടാ. അവൻ തന്നെ ഫോം വെച്ച് ലൊക്കേഷൻ ഇട്ട്. അയ്യോ, പിണക്കത്തിലാന്ന് തോന്നുന്നു. എന്തായാലും കണ്ട് സംസാരിക്കാം. ഹലോ സാർ, ഒന്നിറങ്ങിയേ. പായലന്റെ വീടെത്താറായി.
അണ്ണോ ഇതേതാ വണ്ടി? അതൊരു വണ്ടിയാ. പിന്നെ എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ നിനക്ക്? അല്ലെ അണ്ണനെന്തോ എന്നോട് ദേഷ്യം എന്തുവാ? എനിക്കൊന്നുമില്ല. ആ പൈലെല്ലാം മറന്നു കാണും. ആ കേറ് കേറ് കേറ്. അണ്ണൻ കേറാതെ എന്നിട്ട് ഞാൻ കയറും. അയ്യോ എന്തൊരു മര്യാദ. അതൊക്കെ കളവ നിനക്ക് എവിടാ പോണ്ടേന്ന് പറ. എനിക്ക് ഉടുപ്പ് കാണിച്ചാ അണ്ണാ. ഉടുപ്പ് കാണിച്ചാല മോനെ, ലൈഫ് എന്ന് വെച്ച ഒന്നേ ഉള്ളൂ. തുടങ്ങി. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കണം, പൈസ ഒന്നും നോക്കില്ല. പിന്നെ അങ്ങനെയൊക്കെയാണ് മോനെ കാര്യം. പിന്നെ കട എത്തി വാറങ്ങ്. ഈ കട എന്ന് വെച്ചോണ്ടല്ലോ ഈ സിറ്റിയിൽ തന്നെ നമ്പർ 1 കടയാണ്. വാ എനിക്കൊരു ഉടുപ്പ് വാങ്ങിച്ചു തരാം. ചേട്ടാ ഇവിടെ നല്ല നല്ല കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനിപ്പോ ഞാൻ എന്തുവാണ്, ഞാൻ ഇവിടെ ഉടുപ്പ് എടുക്കാൻ വന്നേ. പടിയാണത് ഉള്ളതൊക്കെ മതി. കൊള്ളാലോ. സെറ്റ് അടിപൊളി സെറ്റ്. എടാ ഇത് കൊള്ളാവടാ. കൊള്ളാം കൊള്ളാം കൊള്ളാം. കൊള്ളത്തില്ല, തീട്ടം പോലെ ഉടുപ്പ് കാണാൻ. കേട്ടില്ല അണ്ണാ, നല്ല ലുക്കായിട്ടുണ്ട് അണ്ണനെ ഇപ്പൊ കാണാൻ. അതിന്റെ ലുക്കൊക്കെ ഇപ്പൊ എന്റെ മോന്തൊക്കെ തെറിച്ചിട്ടുണ്ട് കേട്ടാ. മാറിക്കെ കൂട്ടി ഉപ്പ് തിരക്കാൻ വേണ്ടിട്ട്. അല്ല അണ്ണ ഉടുപ്പ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് നിന്നെ ഞാൻ വേറെ കട കൊണ്ടുപോകാം. വണ്ടി അയ്യോ ഇങ്ങനെ ചതിക്കോ? എടാ മോനെ, വേറെ നല്ല കിടിലം ഷോപ്പ് ഉണ്ട് ഇവിടെ, നമുക്ക് അങ്ങോട്ട് പോവാം. പോവാം. ആടാ മോനെ, ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു, ലൈഫ് എന്ന് വെച്ചാലേ ഒന്നേ ഉള്ളൂ, അത് ജീവിച്ച തീർന്നു. കടയത്ത് പറയാനും പറ്റത്തില്ല. അണ്ണാ എന്തുവാ എന്തിനാ ഇവിടെ കയറുന്നേ? ഇത് റിച്ച് ആയ ആൾക്കാരുടെ കടയാണ്. എടാ മോനെ, ഞാൻ റിച്ച് ഉള്ള മോനെ. അതിന് മുന്നേ ഈ ചായനെ അങ്ങ് തീർക്കട്ടെ. എടാ മോനെ പൊളിച്ച്. ഈ ചായന ഞാൻ തീർത്തോളാം അണ്ണ കടയിൽ കയറണ. എടാ കളവ കാറി കയറ പോലീസാ. എടാ കളവ പോലീസാടാ. എല്ലാം നീ കാരണോ? ഇനി ഇപ്പൊ എന്റെ അടുത്തോട്ട് പറ. നമുക്ക് കുറച്ചൊരു ഒളിവിലാവാം. ഒന്നും ചെയ്യണ്ട. പോലീസിന്റെ കണ്ണു ചുറ്റി എവിടെയെങ്കിലും പോവണ. എടോ നീ അവിടെ കണ്ട് വെടിയൊക്കെ സോറി അണ്ണ, ഞാൻ വെടിയേക്കത്തില്ല അണ്ണ. അപ്പൊ കടയിൽ കയറുന്നതോ? ഞാൻ കട കയറുന്നത് ആദ്യം പോലീസ് പോട്ടെ, എന്നിട്ട് പോവാം. കാറ് വഴിയൊക്കെ വിടുന്നത്. എടാ ഒരു കിടില സ്പോട്ട്, നമുക്ക് അവിടെ പോയി വിളിക്കാം. അണ്ണ സ്റ്റാറിന്റെ അവിടെ നോക്കിയേ. എന്തുവാ? പോയല്ലേ? പിന്നെ അല്ല, നമ്മൾ ആരാ? ഇനി നമ്മളെ ഒരു പൂച്ചക്കുഞ്ഞിനും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് പോയി ഉടുപ്പെടുക്കാം. വേഗം നമ്മളെ വെള്ളത്തിൽ ചാടിയണ്ണ. ഇതായിരുന്നില്ലേ മണ്ടേ കയറി. നമുക്ക് വേറെ വണ്ടി എടുത്തോണ്ട് തെറിക്കാം. വാ ഞാൻ കയറി. നീ വാ. കേറി വരുവാ അണ്ണാ. എനിക്ക് കയറാൻ പറ്റില്ല, ഫുള്ളും തെന്നല. ഇവിടെ തെന്നല് മണി തെന്നല്. കൊട്ടക്കളാമയ്ക്ക് മലയും കയറി അറിഞ്ഞൂടാ. ഈ വഴി വാ. ഏത് വണ്ടി എടുക്കണം? ഈ വണ്ടി എടുക്കാം. ഓ തേങ്ങ പോലീസേടാ. വീണ്ടും നീ ആരീ വെടി വെച്ചോണ്ടിരിക്കുന്നേ? അണ്ണാ പോലീസിനെ. നീ എന്തിനാ പോലീസിനെ വെടി വെച്ചാ? വീണ്ടും കേസായടാ. നമുക്കിനി വീണ്ടും ഒളിവിൽ പോവാം. മോനെ, നമ്മളിനി എപ്പോഴാണ് ഉളുപ്പൊക്കെ എടുക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. ഈ മേലെ ഇനി വെടി വെച്ചോണ്ടല്ലോ. A few moments later. വെറൈറ്റിക്ക് ബസ്സും എടുത്ത് എത്തി. ഉറങ്ങിയാൻ പോയി. പറഞ്ഞേ നല്ല AC ബസ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ബസ്? പൊളയാണ. കേറി വാ, നമ്മൾ സംസാരിച്ചിക്കണ്ട. യാത്രയായി. നല്ല സുഖം ഇവിടെ കയറി. AC. അയ്യോ എന്തുവാടാ നല്ല സുഖം. അതെ എനിക്കും തോന്നി നല്ല സുഖമല്ലേ ഇവിടെ കയറിപ്പോ. ഹലോ മാം, ഇതേറെ ഈ ഭിക്ഷക്കാരൻ. എന്താ വേണ്ട സാർ? പ്രീമിയം ലോക്ക് ആയിട്ടുള്ള സ്ഥലം ഏതാ? റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സാർ. ഇതല്ലേ? ഏതാ നല്ലേ? ഇത് നൈസ് ആയിട്ടുണ്ട്. ഇതന്നെ എടുത്ത്. അണ്ണ എന്താ? അണ്ണൻ എനിക്ക് ഡ്രസ് എടുത്തരാന്ന് പറഞ്ഞിട്ട് അണ്ണൻ എന്ത് എടുക്കുന്നത്? ഞാനേ ഇത് നോക്കിട്ട് പറയാം. നീ ഇവിടെ നിൽക്കി. ഇത് നൈസ് അല്ലേടാ? ഇത് 1 eternity later. ഹലോ മാം, ഇവിടെ കണ്ണാടി ഉണ്ടോ നോക്കാൻ? കണ്ണാടി എനിക്ക് അറിഞ്ഞൂടാ. എവിടെയെങ്കിലും തപ്പി പിടിക്കും. ഓക്കെ. നേരെ അങ്ങോട്ട്. കണ്ണാടി ഇവിടെ. കണ്ണാടി. ഇതെന്തുവാ? ബെന്യൻസ്. ഇതന്നെ എടുക്കാം. എന്നെ നോക്കൂ പെണ്ണെ ഞാൻ സുന്ദരനല്ലേ. റിസൾട്ട് എടുക്കാം. ചിരിയടാ. എനിക്കുവാ. നല്ല ഫോട്ടോ അല്ലേ? വാടാ നമുക്ക് പോവാം. ഹലോ സാർ. ഇങ്ങോട്ട് വന്നേ. എന്തോ മാം? സാർ ബില്ല് അടിച്ചില്ല സാർ. ബില്ലോ? എനിക്കിതാ വരുന്നത്. എടാ മോനെ, എന്തെങ്കിലും മറിക്കാൻ കാണോ? ഇത് പറ്റി? എന്റെ പൈസ ഇല്ലടാ. എന്റെ ഒന്നുമില്ല. അങ്ങോട്ട് പോകും. കടം വല്ലതും ചോദിക്കും. കടോ? സാർ ക്യാഷ് ആണോ അതോ കാർഡാണോ? ഒന്നുമില്ല, കടം. ഞാൻ പോലീസിനെ ഒന്ന് വിളിച്ചിട്ട് പറയാവേ. എന്താ പറ്റി? എടാ അവര് പോലീസിനെ വിളിച്ചടാ. അവര് കട തന്നില്ല. ഭയങ്കര കടയില്ലേ? നമുക്ക് ഒളിവിൽ പോടാ. എന്തോ ഉള്ളിയോ? എടാ ഒളിവിൽ പോവാന്ന്. എന്തിയെ നമ്മൾ ഒളിവിൽ പോകുന്ന സ്ഥലം എന്തിയെ? പോലീസ് വരുന്നുണ്ടോ? ഞാൻ വെടിവെച്ചോണ്ടിരിക്കുക. നീ എവിടെ വെടിവെക്കുന്നത്? ദാണ്ട് ഇവിടെ ഇരുന്ന് കുച്ചു വെടിവെക്കാറാ. അണ്ണാ എന്തോ? അണ്ണനിപ്പൊ കാണാൻ ഒരു സൂര്യയുടെ കുട്ടൊക്കെ ഉണ്ടെണ്ണ. ആണോ? എന്നാ പിന്നെ സൂര്യ കളിച്ചിട്ടുള്ളൂ. പിന്നെ അല്ല, 5 സൂര്യ. എങ്ങനെ 5 സൂര്യ? മോനെ ഇറങ്ങി.